നമസ്കാരം. പറയാൻ വന്നത് പ്രധാന പ്രശ്നമാണ്. നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി പ്രബുദ്ധ കേരളം ഒരു 2 ദിവസത്തിന് മുമ്പ് അത് തെളിയിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. കാരണം നമ്മുടെ മാധ്യമങ്ങളുടെ പ്രൈം ടൈമിലൊന്നും നമ്മൾ അതിനെ വരാൻ വിട്ടില്ല. കാരണം നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി പ്രബുദ്ധ കേരളം ബംഗ്ലാദേശി എന്ന് പറഞ്ഞൊരു 3-4 ദിവസത്തിന് മുമ്പ് നമ്മൾ ഓരോരുത്തരും അടിച്ച് കൊന്ന് നമ്മൾ 5 പേര് തന്നെ അടിച്ചു കൊന്ന പ്രബുദ്ധ കേരളം ഗോഡ്സ് ഓൺ കൺട്രി. അവനിപ്പോൾ ചത്തികെട്ട കാരണമാണെങ്കിലും നമ്മൾ കൊല്ലും. കാരണം എന്താണ്? നമ്മൾ പ്രബുദ്ധ കേരളമാണ്, ഗോഡ്സ് ഓൺ കൺട്രിയാണ്. ആദ്യത്തെ നമ്മൾ താഴെ ഇറങ്ങണ കളിയില്ല ചേട്ടാ. ഞങ്ങൾ പ്രബുദ്ധ കേരളം, ഗോഡ്സ് ഓൺ കൺട്രി. ദാരിദ്ര്യവാസി എന്ന് ഇവിടെ വേണ്ട, കാശുള്ളവൻ മതി. അതുകൊണ്ട് ഞങ്ങളത് പ്രൈം ടൈമിലൊന്നും വരാൻ സമ്മതിക്കത്തില്ല. അതാണ് പ്രബുദ്ധ കേരളം എന്ന് പറഞ്ഞാൽ. മുമ്പ് ഒരു 2-3 വർഷത്തിന് മുമ്പ് ഇതിനു മുമ്പ് ഒരു പ്രബുദ്ധ കേരളം നമ്മൾ ഉണ്ടാക്കിയിരുന്നു. ഓർമ്മയുണ്ടോ എന്ന് അറിഞ്ഞൂടാ. നമ്മുടെ നാട്ടിലെ ഒരു ആദിവാസി മധു 2018 അവന് വല്ല കാര്യമുണ്ടാ? വിശന്നിട്ട് പയറോ അങ്ങനെ സസ്യാഹാരങ്ങൾ എന്തോ മോഷ്ടിച്ചിരിക്കുന്നു. വിശന്നിട്ട് മോഷ്ടിച്ചിരിക്കുന്നു. വിശന്നുകൊണ്ടിരിക്കണം. അങ്ങനെ മോഷ്ടിക്കുകയാണ് ചെയ്യണത്. എന്താ സ്വർണ്ണം അതൊന്നും ഇവിടെ പ്രശ്നമല്ല. മോഷ്ടിക്കാൻ പാടില്ല. വിശന്നാലും മോഷ്ടിച്ചാൽ പ്രബുദ്ധ കേരളമാണ്, ഗോഡ്സ് ഓൺ കൺട്രിയാണ്. അടിച്ചു കൊല്ലും. ഇപ്പോൾ ഈ രാംനാരായണൻ എന്ന് അവൻ്റെ പേര്, ഛത്തീസ്ഗഡിൽ നിന്ന് വന്ന എരപ്പയുടെ പേര് രാംനാരായണൻ. ബംഗ്ലാദേശിൽ നിന്നാണ് പറഞ്ഞത്. 5 പേരെ പിടിച്ച് അകത്തിട്ടിരിക്കണം. അത് നമ്മൾ കോടതിയുടെ കാര്യമൊക്കെ നമ്മളിപ്പോൾ കണ്ടല്ലോ, പല വിധികളും വന്നപ്പോൾ അതൊക്കെ ഞങ്ങൾ ഊരി പോന്നോളൂ. ഞങ്ങൾ പ്രബുദ്ധ കേരളമാണ്, നമുക്കറിയാം എങ്ങനെ ഊരണമെന്ന്. അതിനുള്ള ആളുകൾ അവർക്കുണ്ട്, അത് അവർ ഊരി വന്നോളും. അത് പാർട്ടിയൊന്നും നമ്മൾ ഇപ്പോൾ പറയുന്നില്ല. ഗോഡ്സ് ഓൺ കൺട്രിയിൽ അതൊന്നും പറയാൻ പാടില്ല. പ്രബുദ്ധ കേരളമാണ്. എത്ര മരണങ്ങൾ നമ്മൾ കണ്ടു. ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണം, അച്യുതാനന്ദ സാറിൻ്റെ മരണം, കരുണാജിയുടെ മരണം. എല്ലാ ചാനലുകളും ശ്രീനിവാസൻ അവസാനം നമ്മൾ ഇന്ന് നമ്മളെ ലൈവിൽ ഉണ്ടായിരുന്നു. ശ്രീനിവാസൻ നമ്മുടെ കൂട്ടത്തിലുള്ള കുടുംബത്തിലുള്ള അംഗം പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പ്രബുദ്ധ കേരളമാണല്ലോ. പക്ഷേ ഇവ ആര് ചത്തിക്കട്ടിൽ നിന്ന് ജീവിക്കാൻ വേണ്ടി അവൻ ഇവിടെ വന്നിരിക്കുന്നത്. അടിച്ചു കൊല്ലും. ഡോക്ടർ റിപ്പോർട്ടുണ്ടായിരുന്നു ഒന്ന്. ശരീരത്തിൽ ഒരു ഭാഗം പോലും നമ്മൾ വിട്ടിട്ടില്ല. 4 വാരിയലുകൾ ഒടിഞ്ഞകത്ത് കുത്തിക്കയറി ബ്ലീഡിങ് ആയി. ഡോക്ടർ റിപ്പോർട്ടുണ്ടായിരുന്നു. ഞങ്ങളെ പ്രബുദ്ധ കേരള, ഗോഡ്സ് ഓൺ കൺട്രി. ആ പൊൻതൂവൽ തലയിൽ നിന്ന് ഞങ്ങളെ എടുക്കത്തില്ല. എല്ലാത്തിലും ഞങ്ങളൊന്നാണ്. അടിച്ചുകൊലയിലും ഞങ്ങളൊന്നാണ്. നമുക്കൊരു അഭിമാനം തോന്നുന്നില്ലേ? നിങ്ങൾ ആരെങ്കിലും ഫേസ്ബുക്കിലോ എന്തെങ്കിലും ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ആരെങ്കിലും അവളോടൊപ്പം എന്നുള്ളതുപോലെ ഈ പാവപ്പെട്ടവനോടൊപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറയില്ല. കാരണം നമ്മൾ പ്രബുദ്ധ കേരളമാണ്, ഗോഡ്സ് ഓൺ കൺട്രിയാണ്. നമ്മൾ ചെയ്യില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂല. കാരണം എന്താണ്? പ്രബുദ്ധം ഫുൾ സാക്ഷരതയല്ല, സാക്ഷരത 100%. 5 പേര് എന്ന് അടിച്ചു വന്നു. ഡോക്ടറുടെ റിപ്പോർട്ട് എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടി. മനസ്സിന് നല്ല സമാധാനമായി. ഇങ്ങനെ വേണം ഡോക്ടറെ. നമ്മൾ ഒരാളെ അടിച്ചു കൊല്ലുമ്പോൾ അവൻ്റെ ശരീരത്തിൽ ഇനി അടി കിട്ടാൻ സ്ഥലങ്ങൾ ബാക്കി ഉണ്ടാകരുത്. അങ്ങനെ കറക്റ്റായിട്ട് അടിച്ചു. നമ്മൾ സമ്മതിക്കണം കേട്ടാ. പ്രബുദ്ധ കേരളം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കരമാണ്. ഗോഡ്സ് ഓൺ കൺട്രി കണ്ടിന്യൂ ചെയ്യും. നമ്മളിനി തകർക്കും. ഇങ്ങനെ പിന്നെ ഭാര്യയിൽ അവന് കംപ്ലീറ്റ് തീർത്ത് കിട്ടിയിട്ടില്ല. എന്തായാലും കലക്കി. ഗോഡ്സ് ഓൺ കൺട്രിയിലെ ജനങ്ങൾ, ഞങ്ങൾ ഇനിയും ഇത് ആവർത്തിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രബുദ്ധ കേരളമേ, നന്ദി.